പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ, എല്ലാവരും സേഫ് ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എനിക്കിന്ന് കുറച്ച് ഫ്രഷ് ഞണ്ട് കിട്ടി. അപ്പോൾ ഞാനത് പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ്. അപ്പം നല്ല നാടൻ സ്റ്റൈലിൽ എങ്ങനെയാണ് ഞണ്ട് കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വായോ. ഇതിനായി ഞാൻ എടുത്തിരിക്കുന്നത് 1 കിലോ ഞണ്ടാണ്. ഞാൻ അതിൻ്റെ ഷെല്ലൊക്കെ കളഞ്ഞ് നന്നായി ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് ഓൾറെഡി. ഇനി ഇതിൽക്ക് ആവശ്യമായ ബാക്കി ഇൻഗ്രീഡിയൻസ്: ചെറിയുള്ളി, സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില ഇഷ്ടമുള്ളവർക്ക് മാത്രം, തക്കാളി, വെളിച്ചെണ്ണ, പിന്നെ നമ്മളുടെ മസാലപ്പൊടികളും കുരുമുളക് പൊടി. ഫസ്റ്റ് തന്നെ നമുക്ക് കുറച്ച് ഐറ്റംസ് ഒന്ന് ചതച്ചെടുക്കേണ്ടതുണ്ട്. ചതച്ചെടുത്താലാണ് കൂടുതൽ ടേസ്റ്റ്. അതിനായിട്ട് വെളുത്തുള്ളി, ഇഞ്ചി 2-3 ചെറിയുള്ളി, പിന്നെ പച്ചമുളക് 2 എണ്ണം, കുരുമുളക് 20 എണ്ണം, പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയിട്ട് നന്നായി ചതച്ചെടുക്കാം. ഈ പരുവത്തിലാണ് വരേണ്ടത്. ഒത്തിരി പേസ്റ്റ് ആവേണ്ട ആവശ്യമില്ല. ഇനി നമുക്കൊരു മൺചട്ടി അടുപ്പത്ത് വയ്ക്കാം. മൺചട്ടി ആവുമ്പോൾ ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. ഈ ചൂടായതിന് ശേഷം അതിൽക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായ അതിൽക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി ഇതിൽക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ആ മിക്സ്ചർ ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ചെറിയുള്ളി ഒരു 10-15 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞ് അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ചെറിയുള്ളി ഇടുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുന്നത്. ചെറിയുള്ളിയുടെ ഗുണവും ടേസ്റ്റൊന്നും അത്ര കണ്ട് സവാളയെ കിട്ടിയില്ലല്ലോ. അപ്പോൾ അവൈലബിളായ സമയത്തൊക്കെ ഞാൻ ചെറിയുള്ളി തന്നെയാണ് യൂസ് ചെയ്യാറുള്ളൂ. ഇനി അതിൽക്ക് ഒരു 5-6 പച്ചമുളക് അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ സവാള ആഡ് ചെയ്ത് കൊടുക്കണം. അതൊന്ന് 2 സവാള അല്ലെങ്കിൽ 3 സവാള എടുക്കാം, മീഡിയം സൈസ്. ഞാനിപ്പോൾ 3 സവാള എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കണം. ഈ സവാള പെട്ടെന്ന് വാടാൻ വേണ്ടി പലരും ആദ്യമേ ഉപ്പ് ചേർക്കും. ഇനി ഇതിൽക്ക് ഞാൻ 2 തണ്ട് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് പയ്യന് വാടിയ ശേഷം മാത്രമേ ഞാൻ ഉപ്പ് ചേർക്കാറുള്ളൂ. അതിനുശേഷം ഇത് നന്നായിട്ട് ഇളക്കി തന്നെ കൊടുക്കും. അപ്പോൾ എല്ലായിടവും ഒരുപോലെ മൊരിഞ്ഞ് ഒരു ബ്രൗൺ ഷെയ്ഡിലാവുമ്പോഴേക്കും നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ, പിന്നെ നല്ല മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ, ഗരം മസാല 2 ടീസ്പൂൺ, പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇനി കുരുമുളക് പൊടി ഒരു 1/2 ടേബിൾ സ്പൂൺ. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് ഇതിൻ്റെ പച്ചമണം മാറുമ്പോഴേക്കും ഇതിൽക്ക് 2 തക്കാളി നീളത്തിലരിഞ്ഞത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് വേവിക്കാൻ വയ്ക്കുക. അത് വെന്ത് ഒന്ന് പയ്യെ ഉടഞ്ഞൊക്കെ കഴിയുമ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞിട്ട് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ഞണ്ട് ആശാനെ നമുക്കിതിൽക്കിടാം. അപ്പോൾ ആശാന ചേർക്കുന്നതിന് മുമ്പ് ഒരു കാര്യമുണ്ട്, നമ്മൾ ബാക്കി ഉപ്പ് ചേർക്കണം. ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് കണ്ടോ, നമ്മളെ ഞണ്ട് സൂപ്പർ ഞണ്ടാണ് കേട്ടോ. ഇതിൽ പൊന്നൊക്കെ അതുപോലെ തന്നെയുണ്ട്. ഞാൻ വളരെ സൂക്ഷിച്ചാണ് കഴുകിയെടുത്തത്. അപ്പോൾ പൊന്നൊന്നും പോയിട്ടില്ല. ആ പൊന്നാണ് ഇതിൻ്റെ ടേസ്റ്റ്. നമ്മുടെ നാട്ടിൽ ഈ യെല്ലോ കളർ സാധനത്തിന് പറയുന്നത് പൊന്നെന്നാണ്. ഓരോ സ്ഥലത്തും വ്യത്യാസം ഉണ്ടാവും. എനിവേ അത് നല്ല ടേസ്റ്റിയാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അരപ്പൊക്കെ എല്ലായിടത്തും പിടിക്കട്ടെ. അതിനുശേഷം നമ്മൾക്കിതൊന്ന് വേവിക്കണം. ഒരു 5 മിനിറ്റ് എന്തെങ്കിലും മൂടി വെച്ച് അടച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇത് 5 മിനിറ്റിന് ശേഷം തുറന്നിട്ട് ഞാൻ ഇതിൽക്ക് 1/4 കപ്പ് തിളച്ച വെള്ളം അല്ലെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായി ഇളക്കി പിന്നെയും ഒരു 15 മിനിറ്റ് വേവിക്കാൻ വെച്ചു. അതിനുശേഷം തുറന്ന് നോക്കുമ്പോൾ സംഭവം വെള്ളമൊക്കെ വറ്റി നല്ല പാകത്തിനായിട്ടുണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇനി ഇതിൽക്ക് വേണ്ടത് ഓപ്ഷണലാണ്, ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. ഒന്ന് താളിച്ച് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനതിനായിട്ടൊരു ചട്ടി എടുത്ത് അതിൽ ഒരു 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിൽക്ക് കറിവേപ്പിലയും പിന്നെ വറ്റൽമുളകും ഇട്ട് പൊട്ടിച്ചിട്ട് നമ്മൾക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നല്ല രീതിയിൽ ഇതിൻ്റെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യും. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, പക്ഷെ ചെയ്താൽ സൂപ്പറാണ്. ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് പയ്യനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതാ നമ്മളുടെ ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട്. എന്താ സ്മെല്ലെന്നറിയണേ. പറ്റാവുന്ന എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റിയാണ്.